ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 12 SUVസിനെ പറ്റിയാണ്. സാധാരണ 10 ആണ് നോക്കാറുള്ളത്, പക്ഷേ ഇപ്രാവശ്യം നമ്മളൊരു ചേഞ്ചിന് 12 വണ്ടികൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലിപ്പം 12ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ അവസാനത്തെ വാഹനം കിയ സോണറ്റ് ആണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 7598 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു ലഭിച്ചിരുന്നത്. ഇയർ ഓൺ ഇയർ ബേസിസിൽ തന്നെയാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് 2024 ഫെബ്രുവരിയിൽ 9102 വാഹനങ്ങളുടെ സെയിലായിരുന്നു ഇതിന് കിട്ടിയിരുന്നത്. 1504 വാഹനങ്ങളുടെ വ്യത്യാസവും 16.52% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ നോക്കുമ്പം രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് സോണറ്റ്. പക്ഷേ ഇതിപ്പോൾ കുറച്ച് കാലമായിട്ട് ഏകദേശം ഈ റേഞ്ചിൽ തന്നെയാണ് സെയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചില മാസങ്ങളിൽ വളരെ താഴത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഇതൊക്കെയാണ് ഏകദേശം ഈ വണ്ടിയുടെ ആവറേജ് സെയിൽ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കാര്യമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. ഏതായാലും ഇനിയിപ്പം 11th പൊസിഷനിൽ നിൽക്കുന്ന സെയിം സബ് 4 മീറ്റർ സെഗ്മെൻറ്റിൽ തന്നെ നിൽക്കുന്ന മറ്റൊരു വാഹനമാണ് ഇത്. പക്ഷേ കുറച്ച് കാലം മുന്നേ, അതായത് 300 ആയിരുന്ന സമയത്ത് വളരെ മോശം സെയിൽ കിട്ടിക്കൊണ്ടിരുന്ന വണ്ടിയായിരുന്നു. ഇപ്പം 3X ആയപ്പോഴേക്കും അവർ അത്യാവശ്യം നന്നായിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തി സെയിൽ പിന്നെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം 7861 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചത്. 2024 ഫെബ്രുവരിയിൽ 4218 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 3643 വാഹനങ്ങളുടെ വ്യത്യാസവും 86.37% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയർ ബേസിസിൽ വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് 3X. പിന്നെ നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിസിൽ 2024 ഫെബ്രുവരിയിൽ പറഞ്ഞ പ്രീഫേസ് ലിഫ്റ്റ് വണ്ടിയുടെ സെയിലാണ്. അതുകൊണ്ടാണ് അത് അത്രയും താഴെ പോയതും പുതിയ വണ്ടിയുടെ സെയിൽ ഓൾമോസ്റ്റ് ഡബിൾ ആയതും. ഇനി അടുത്ത 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ സ്വന്തം ബൊലേറോ സീരീസിൽ വരുന്ന ബൊലേറോ, അതുപോലെ ബൊലേറോ നിയോയുടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സെയിൽസ് ആണ്. ഇത് പിന്നെ പണ്ട് മുതലേ മഹീന്ദ്രയുടെ ഏതൊക്കെ വണ്ടിക്ക് സെയിൽ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞാലും എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് സെയിൽ കിട്ടിക്കൊണ്ടിരുന്ന വാഹനമായിരുന്നു ബൊലേറോ. കഴിഞ്ഞ മാസം 8690 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചത്. 2024 ഫെബ്രുവരിയിൽ 10113 വാഹനങ്ങളുടെ സെയിലും ഇതിന് ലഭിച്ചായിരുന്നു. അതായത് 1423 വാഹനങ്ങളുടെ വ്യത്യാസവും 14.07% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടിയൊക്കെയാണ് ബൊലേറോ. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല, കാരണം ഈ ഒരു റേഞ്ചിൽ തന്നെ 8000 to 10000 മിക്ക മാസങ്ങളിലും ഈ വാഹനത്തിന് സെയിൽ കിട്ടാറുള്ളത്. ഏതായാലും ഇനി അടുത്തതായിട്ട് 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ തന്നെയാണ്. ഥാറിൻ്റെ 3 ഡോറും അതുപോലെ റോക്സും രണ്ടിനെയും കമ്പൈൻഡ് സെയിലാണ് അവരെപ്പോഴും പറയാറുള്ളത്. സാധാരണഗതിയിൽ നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ ഥാറ് വരാത്തതാണ്, അതായത് രണ്ടിനെയും കമ്പൈൻഡ് സെയിലാണെങ്കിൽ അങ്ങനെ വരാത്തതാണ്. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ഫൈനലി ഈ ഒരു ടോപ്പ് 10 SUVസിൻ്റെ ലിസ്റ്റിലോട്ട് ഇത് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹീന്ദ്രയുടെ നമ്മുടെ XUV700 ലിസ്റ്റിൽ ഇപ്രാവശ്യം ഇല്ല. സാധാരണ അത് എപ്പോഴും ഉണ്ടാവാറുള്ളതായിരുന്നു. എനിവേ ഥാർ റോക്സിനും അതുപോലെ ഥാർ 3 ഡോറിനും കമ്പൈൻഡ് ആയിട്ട് 9248 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം ലഭിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 2024 ഥാർ റോക്സ് ഇറങ്ങിയിട്ടില്ലായിരുന്നു, 3 ഡോറിന് മാത്രമേ സെയിലുള്ളൂ. അതുകൊണ്ട് തന്നെ 5812 വാഹനങ്ങളുടെ സെയിൽ വന്നിട്ടുള്ളൂ. 3436 വാഹനങ്ങളുടെ വ്യത്യാസവും 59.12% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് മഹീന്ദ്രയുടെ ഥാറിൻ്റെ കമ്പൈൻഡ് സെയിൽ. ഇനി അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായി വെന്യൂ ആണ്. ഈവൻ ദോ സോണറ്റിൻ്റെ അത്രയും അപ്ഡേറ്റഡ് വണ്ടിയൊന്നും അല്ല ഇപ്പോൾ വെന്യൂ എങ്കിലും കൂടുതൽ സെയിൽ എല്ലാ മാസങ്ങളിലും കിട്ടാറുള്ളത് വെന്യൂവിന് തന്നെയാണ്. സോണറ്റിന് അവർ കഴിഞ്ഞ വർഷം ഒരു ഫേസ് ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നിട്ടും വെന്യൂൻ്റെ ഒരു സെയിലിനെ പിടിച്ച് മാറ്റാനായിട്ട് സോണറ്റിന് പറ്റിയിട്ടില്ല. കഴിഞ്ഞ മാസം 10125 വാഹനങ്ങളുടെ സെയിലാണ് വെന്യൂവിന് ലഭിച്ചത്. 2024 ഫെബ്രുവരിയിൽ 8933 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. ഇപ്പം മിക്ക മാസങ്ങളിലും വെന്യൂവിന് ഏകദേശം ഒരു 9000 to 10000 ഇടയിലൊക്കെയാണ് സെയിൽ കിട്ടാറുള്ളത്. അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 1192 വാഹനങ്ങളുടെ വ്യത്യാസവും 13.34% ഗ്രോത്ത് റേറ്റുമാണ് നമുക്കിപ്പോൾ ഇതിൻ്റെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഒരു കമ്പാരിസൺ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഒരു അബോവ് 4 മീറ്റർ കോമ്പാക്ട് SUV ആണ്, നമ്മുടെ മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാര. ഈ വണ്ടി ഇടയ്ക്കൊരു സമയത്ത് നല്ല രീതിയിൽ സെയിൽ കയറിയതായിരുന്നു, 15000 ആ റേഞ്ചിലേക്കൊക്കെ, അതായത് കഴിഞ്ഞതിന് മുന്നത്തെ മാസം. പക്ഷേ ഇപ്പോൾ പിന്നെ താഴത്തോട്ട് വന്നിട്ടുണ്ട്. 10669 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം ഇതിന് ലഭിച്ചിരിക്കുന്നത്. 2024 ഫെബ്രുവരിയിൽ 11002 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 333 വാഹനങ്ങളുടെ വ്യത്യാസവും 3.03% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ആ റേറ്റൊക്കെ വളരെ കുറവാണ്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ആണ് ഈ വാഹനത്തിലുള്ളത്. പക്ഷേ എന്നാലും 15000 വരെയൊക്കെ കഴിഞ്ഞതിന് മുന്നത്തെ മാസം വന്നിട്ട് പിന്നെ ഈ 10000 ചാടുമ്പോഴാണ് ചെറിയൊരു പ്രശ്നം പോലെ പറയാൻ പറ്റുന്നത്. പക്ഷേ അല്ലാതെ നോക്കുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ വലിയ കുഴപ്പമില്ല. ഇനി അടുത്ത വാഹനം മഹീന്ദ്രയുടെ സ്കോർപിയോ സീരീസ് ആണ്, അതായത് ക്ലാസിക്കും എന്നിൻ്റെയും കമ്പൈൻഡ് സെയിൽ. ഇതിനെപ്പറ്റി ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, മിക്ക മാസങ്ങളിലും നല്ല സെയിൽ കിട്ടാറുള്ള ഒരു കോമ്പിനേഷനാണിത്. കഴിഞ്ഞ മാസം ഒരു ഇത്തിരി കുറഞ്ഞു പോയി, 13618 സെയിൽ താഴ്ന്നിട്ടുണ്ട്. മിക്ക മാസങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും 14000 to 16000 സ്കോർപിയോയുടെ കമ്പൈൻഡ് വാഹനങ്ങൾക്ക് സെയിൽ കിട്ടാറുള്ളത്. കഴിഞ്ഞ മാസം വലിയ കുഴപ്പമില്ല, 1433 വണ്ടികളുടെ വ്യത്യാസമേ ഉള്ളൂ ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്യുന്ന സമയത്ത്. 15551 വണ്ടികൾ
വണ്ടികളുടെ സെയിലായിരുന്നു 2024 ഫെബ്രുവരിയിൽ കിട്ടിയത്. അതായത് 9.52% ഡീഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. അത് വളരെ കൂടുതലല്ല, ഒരു ആവറേജ് ഡീഗ്രോത്ത് റേറ്റ് ആണെന്ന് പറയാം. ഇനി അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ പഞ്ചാണ്. പഞ്ച് EV പെട്രോൾ CNG എല്ലാം കമ്പൈൻഡ് സെയിലാണ്. ഇതിന് കഴിഞ്ഞ മാസം 14,559 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. പൊതുവെ മിക്ക മാസങ്ങളിലും പഞ്ച് ഇപ്പോൾ 18,000, 17,000, 16,000 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ ഒരു ഇത്തിരി താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഈവൻ 2024 ഫെബ്രുവരിയിലാണെങ്കിലും 18,438 വാഹനങ്ങളുടെ സെയിൽ ഇതിന് കിട്ടിയതായിരുന്നു. 3,879 വാഹനങ്ങളുടെ വ്യത്യാസവും 21.04% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും ഹയസ്റ്റ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനവും പഞ്ച് തന്നെയാണ്. പക്ഷേ ഇതിപ്പം സാധാരണഗതിയിൽ നെക്സോണിൻ്റെ മുകളിലായിരുന്നു സെയിൽ പഞ്ചിന് കിട്ടാറുള്ളതെങ്കിലും കഴിഞ്ഞ മാസം നെക്സോണിൻ്റെ താഴെയാണ് പഞ്ച് സെയിൽസിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നെക്സോൺ ആണ്. നെക്സോണിൻ്റെയും ഡീസൽ, പെട്രോൾ, ഇലക്ട്രിക്, CNG എല്ലാം സെയിൽ കമ്പൈൻഡ് ആണ്. കഴിഞ്ഞ മാസം 15,349 വാഹനങ്ങളുടെ സെയിലാണ് നെക്സോണിന് കിട്ടിയിരിക്കുന്നത്. അതായത് പഞ്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 800 വണ്ടികളെടുത്ത് വ്യത്യാസമുണ്ട്. 2024 ഫെബ്രുവരിയിൽ 14,395 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 954 വാഹനങ്ങളുടെ വ്യത്യാസം 6.63% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഗ്രോത്ത് ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ടില്ലെങ്കിലും 15,000-നടുത്ത് സെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഫിഗറാണ്. പൊതുവേ നെക്സോണിന് പണ്ടൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഏകദേശം ഈ റേഞ്ച് ആയിരുന്നു. പക്ഷേ 2024 മിക്ക മാസങ്ങളും പഞ്ചിൻ്റെ സെയിൽ കൂട്ടാനായിട്ട് അവർ നെക്സോണിൻ്റെ സെയിൽ ഒരു 12,000 to 15,000 ഇടയിലോട്ടൊക്കെ വെച്ചായിരുന്നു. ഇപ്പോൾ പിന്നെയും 15,000 മുകളിൽ നെക്സോണും പോയി തുടങ്ങി. അടുത്ത 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ബ്രസയാണ്. ബ്രസയ്ക്ക് കഴിഞ്ഞ മാസം 15,392 വാഹനങ്ങളുടെ സെയിൽസാണ് കിട്ടിയിരിക്കുന്നത്. നെക്സോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് 43 വാഹനങ്ങളുടെ വ്യത്യാസമുള്ളൂ. 2024 ഫെബ്രുവരിയിൽ 15,765 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. ജസ്റ്റ് 373 വാഹനങ്ങളുടെ വ്യത്യാസവും 2.37% ഡീഗ്രോത്ത് റേറ്റേ വന്നിട്ടുള്ളൂ. അതായത് നമ്മുടെ ഈ ലിസ്റ്റിൽ ഡീഗ്രോത്ത് ഉള്ളതിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ബ്രസ. ഇനി 2nd പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റയാണ്. ഇതിൻ്റെ ഇലക്ട്രിക്കിൻ്റെ സെയിലും ഇപ്പോൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ എന്തായാലും 2025 ജാനുവരിയിലെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയായിരുന്നത്. SUVസിൻ്റെ കേസിലല്ല, മൊത്തത്തിൽ ഇന്ത്യയിലെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയായിരുന്നു ക്രെറ്റ. പക്ഷേ കഴിഞ്ഞ മാസം ഒരു ഇത്തിരി സെയിൽ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞതിന് മുന്നത്തെ മാസം 18,000 റേഞ്ചിലേക്ക് സെയിൽ കയറിയതായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം 16,317 വണ്ടികളുടെ സെയിലാണ് ഇതിന് ലഭിച്ചിരിക്കുന്നത്. 2024 ഫെബ്രുവരിയിൽ 15,276 വണ്ടികളുടെ സെയിലാണ് കിട്ടിയത്. അത് വെച്ച് നോക്കുമ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. 1,041 വണ്ടികളുടെ വ്യത്യാസം 6.81% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഫ്രോങ്സ് ആണ്. പൊതുവേ ഫ്രോങ്സ് അങ്ങനെ നമ്പർ 1 ഒന്നും വരാത്തതാണ്. പക്ഷേ കഴിഞ്ഞ മാസം SUVസിൻ്റെ കേസിലല്ല, മൊത്തം വണ്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യയിലെ ബെസ്റ്റ് സെല്ലിംഗ് വാഹനം ഫ്രോങ്സ് ആയിരുന്നു. ആദ്യമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ടോപ്പ് 10 കാർസിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല റെസ്പോൺസാണ് ആൾക്കാരൊക്കെ ഫ്രോങ്സ് നമ്പർ 1 ആയി എന്ന് പറഞ്ഞ സമയത്തുണ്ടായിരുന്നത്. എന്തായാലും 21,461 വാഹനങ്ങളുടെ സെയിലാണ് ഫ്രോങ്സിന് കഴിഞ്ഞ മാസം ലഭിച്ചിരിക്കുന്നത്. 2024 ഫെബ്രുവരിയിൽ 14,168 വണ്ടികളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. മിക്ക മാസങ്ങളും ഈ 14,000, 16,000 അതിൻ്റെയൊക്കെ ഇടയിലാണ് സെയിൽസ് കിട്ടാറുള്ളത്. കഴിഞ്ഞ മാസമാണ് ഇത്രയും ബൂസ്റ്റ് ആയത്. 7,293 വാഹനങ്ങളുടെ വ്യത്യാസവും 51.48% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ 3ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം കൂടിയാണ് ഫ്രോങ്സ്. എന്തായാലും ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 12 SUVസിൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.